നമസ്കാരം. കേട്ടിട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചെയ്ത ഒരു വീഡിയോയുടെ പുതിയ അപ്ഡേറ്റ്സ് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ കേട്ടറ്റിൻ്റെ ഒരുപാട് ബയോഡേറ്റാസ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ പറഞ്ഞ ഒന്നായിരുന്നു ജീവനക്കാരുടെ. ഇപ്പോൾ കേട്ടറ്റ് എഴുതുന്നത് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന കേട്ടറ്റ് എഴുതുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ അല്ലെങ്കിൽ ജീവനക്കാരും അധ്യാപകരും മാത്രമാണ്. അപ്പോൾ ജീവനക്കാരും അധ്യാപകരും ആ പരീക്ഷ എഴുതുമ്പോൾ അവരുടെ ആദ്യം പറഞ്ഞിരുന്നു അവരുടെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആദ്യം പറഞ്ഞതാണ് പെൻ നമ്പർ ഇല്ലാത്ത ജീവനക്കാർ. അങ്ങനെ വരാറുണ്ട്. പെൻ നമ്പർ ആയിട്ടില്ല എങ്കിൽ ആ പെൻ നമ്പർ ഇല്ലാത്ത ജീവനക്കാർ അവരുടെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അത് പിന്നീട് മാറ്റി ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ നമ്പറും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റും രേഖപ്പെടുത്തണം, ഈ അപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തണം എന്ന ഒരറിയിപ്പ് രണ്ടാമത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള അറിയിപ്പ്. അതായത് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ നമ്പറും വേണ്ട, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റും വേണ്ട. കൂടാതെ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ, ബന്ധപ്പെട്ട ജീവനക്കാരുടെ അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ. ആ അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ നമുക്ക് അവൈലബിൾ ആണ്, കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സർവീസ് ബുക്കിൽ ആയത് എഴുതി വച്ചിട്ടുണ്ട്. നമ്മളെ ഏത് ഉത്തരവ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ നിയമിച്ചതെന്നുള്ള കാര്യം. മറ്റൊന്ന് വേണ്ടാത്തത് അപ്പോയിൻമെന്റ് ഓർഡറിന്റെ ഡേറ്റ് ആണ്. അതായത് നിയമന ഉത്തരവിന്റെ തീയതി. അതാണ് മറ്റൊരു കാര്യം ചോദിച്ചിരുന്നത്. അപ്പോൾ അതും നമ്മളുടെ സർവീസ് ബുക്കിലുണ്ട്. ജീവനക്കാരുടെ അധ്യാപകരുടെയും സർവീസ് ബുക്കിൽ അപ്പോയിൻമെന്റ് ഓർഡർ നമ്പറും ഉണ്ട്, അപ്പോയിൻമെന്റ് ഓർഡറിന്റെ ഡേറ്റും ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ നാല് കാര്യങ്ങളും ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വേണ്ട എന്നാണ് പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നാല് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. നാല് കാര്യങ്ങളാണ് വേണ്ടാത്തത്. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ. മറ്റൊന്ന് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ്. മറ്റൊന്ന് അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ. ദെൻ അപ്പോയിൻമെന്റ് ഓർഡറിന്റെ ഡേറ്റ്. ഈ നാല് കാര്യങ്ങളും അധ്യാപകരും ജീവനക്കാർക്കും വേണ്ടി നടത്തുന്ന കേട്ടറ്റ് പരീക്ഷയിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ നാല് കാര്യങ്ങളും രേഖപ്പെടുത്തേണ്ടതില്ല എന്നാണ് പുതിയ അറിയിപ്പ്. എന്നാൽ നമ്മൾ എല്ലാവരും, അതായത് പെൻ നമ്പർ ഉള്ളവരും ഇല്ലാത്തവരും ആയിട്ടുള്ള, അതായത് ഈ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി നടത്തുന്ന ഈ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം എന്ന കാര്യം നിർബന്ധമാണ് എന്നാണ് പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയോ അതിൻ്റെ നമ്പർ അപ്ലോഡ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. പക്ഷേ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത്, അതായത് നമ്മൾ ഈ കേട്ടറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ബന്ധപ്പെട്ട റിസൾട്ട് വന്നതിന് ശേഷം വിജയിച്ചവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ബന്ധപ്പെട്ട DOയിൽ വെച്ച് നടത്താറുണ്ട്. അത് വിജയിച്ചവർക്ക് മാത്രമാണ്. അത്തരം സന്ദർഭത്തിൽ ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലേക്ക് ഒന്ന് കടക്കാം. മുകളിൽ ഫോട്ടോ ആണ്, അതാണ് എൻ്റെ കോപ്പിയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. മുകളിൽ ഫോട്ടോഗ്രാഫാണ്, അറ്റസ്റ്റഡ് ബൈ ദി ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപന മേധാവി ഒപ്പിട്ട ഫോട്ടോഗ്രാഫ്, അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോഗ്രാഫ്. ഇടതുവശത്ത് നമ്പർ, ഡേറ്റ്. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ആ സർട്ടിഫിക്കറ്റിന് ഒരു നമ്പറും ഡേറ്റും ഉണ്ടായിരിക്കും.
നമുക്ക് ലഭിച്ചിട്ടുള്ള ഏത് സർട്ടിഫിക്കറ്റിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ മാനേജർ ഇത്തരം ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു നമ്പർ ഇട്ടിരിക്കണം. അത് അവരുടെ ഹെഡ് മാസ്റ്റർക്ക് യുക്തമായ നമ്പറാണ്, ആ ഫയൽ നമ്പറായിട്ടാണ് വരിക ശരിക്കും. അല്ലെങ്കിൽ മാനേജർക്ക് യുക്തമായ ഒരു നമ്പർ ഇട്ട് അത് ആ തീയതി, ഈ സർട്ടിഫിക്കറ്റ് എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ തീയതിയും രേഖപ്പെടുത്തണം മുകളിൽ. അതാണ് നമ്പർ ആൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഏത് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതോറിറ്റി ഒരു നമ്പർ, ആ സർട്ടിഫിക്കറ്റിന് ഒരു നമ്പറും അത് പുറപ്പെടുവിച്ച ഒരു ഡേറ്റും ഉണ്ടായിരിക്കും. ആ നമ്പറും ഡേറ്റുമാണ് ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലെ നമ്പർ ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. നോക്കുക, നമ്മൾ ഇതിലേക്ക് ഒന്ന്, ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ശ്രീമതി ഡാഷ്, പേരും ഡെസ്റ്റിനേഷനും, ആ ജീവനക്കാരൻ്റെ അധ്യാപകന്റെ പേരും ഡെസ്റ്റിനേഷനും, പിന്നെ നെയിം ഓഫ് സ്കൂളും സ്കൂളിന്റെ കോഡും. നമുക്കറിയാം എല്ലാ സ്കൂളുകൾക്കും ഒരു 5 അക്ക കോഡുണ്ട്. ആ കോഡും അത് പിന്നെ സ്കൂളിന്റെ പേരും. ഹാസ് ബീൻ റെഗുലർലി ടെമ്പററിലി വർക്കിംഗ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിൻസ്, ഏത് തീയതി മുതൽ, അതായത് ഡേറ്റ് ഓഫ് ജോയിനിങ് സർവീസ് ഏതാണെന്നാണ് രേഖപ്പെടുത്തേണ്ടത്. ആൻഡ് എലിജിബിൾ ടു അപ്ലൈ ഫോർ കേട്ടറ്റ് ഫെബ്രുവരി 2026 വൈഡ് GORT നമ്പർ 10-572/2025 ജനറൽ എഡ്യൂക്കേഷൻ ഡേറ്റഡ് 27/12/2025. അപ്പോൾ ഈ GORT നമ്പർ 10-572/2025 പ്രകാരം യോഗ്യരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേട്ടറ്റ് പരീക്ഷ എഴുതാൻ ഈ ഉത്തരവ് പ്രകാരം, അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഈ ഉത്തരവ് പ്രകാരം യോഗ്യയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഉത്തരവ് എന്താണെന്ന് നോക്കാം. GORT 10-572 പറയുന്ന കാര്യം ഇതാണ്: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2025-26 അധ്യയന വർഷം വരെ നിയമനം ലഭിച്ച, കേൾക്കുക, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2025-2026 അധ്യയന വർഷം വരെ നിയമനം ലഭിച്ച അധ്യാപകർക്കും ബൈ ട്രാൻസ്ഫർ നിയമനം ലഭിക്കേണ്ട അനധ്യാപക ജീവനക്കാർക്കും അതാത് കാറ്റഗറിയിലുള്ള കേട്ടറ്റ് യോഗ്യത നേടുന്നതിന് 2026 ഫെബ്രുവരിയിൽ പ്രത്യേക പരീക്ഷ നടത്തുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നതാണ് ഈ GORT 10-572 പറയുന്നത്. അപ്പോൾ ഇത് ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി കേട്ടറ്റ് പരീക്ഷ പ്രത്യേക പരീക്ഷയായി നടത്തുന്നതാണ്. ആ പ്രത്യേക പരീക്ഷയായി നടത്തുന്നതിന് 2025-26 വരെ നിയമനം ലഭിച്ച അധ്യാപകർക്കും ബൈ ട്രാൻസ്ഫർ മുഖേന നിയമനം ലഭിക്കേണ്ട അനധ്യാപകർക്ക്, അപ്പോൾ ബൈ ട്രാൻസ്ഫർ മുഖേന നിയമനം ലഭിക്കേണ്ട അനധ്യാപകർക്ക് എന്തുണ്ടാവും? ഒന്നുകിൽ ഈ ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഈ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, TTC അല്ലെങ്കിൽ B.Ed അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് വേണ്ട യോഗ്യത ഉള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ, ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പോൾ അതാണ് 10-572. അപ്പോൾ നമ്മളത് നോക്കണ്ട, 2025-26 വരെ നിയമനം ലഭിച്ച എല്ലാവർക്കും എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അതിനുശേഷം സൈൻഡ് ബൈ ഹെഡ് മാസ്റ്റർ. ഈ ഹെഡ് മാസ്റ്റർ ഒപ്പിടുന്നത് ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിൽ മാത്രമാണ് ഹെഡ് മാസ്റ്റർ ഒപ്പിടേണ്ടത്. അല്ല എങ്കിൽ എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ മാനേജറാണ്, താഴെ മാനേജർ എന്ന കോളത്തിലാണ് ഒപ്പിടേണ്ടത്. ഇതിന് നമ്മൾ കൗണ്ടർ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് AEO അല്ലെങ്കിൽ DO. അപ്പോൾ AEO അല്ലെങ്കിൽ DO കൗണ്ടർ സൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകൾ, ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. AEO എന്ന് പറയുന്നത് ബന്ധപ്പെട്ട പ്രൈമറി സ്കൂളുകളിലും LP UP സ്കൂളുകളുടെ അതോറിറ്റി AEOയും, ഹൈസ്കൂളുകളുടെയും ഹൈസ്കൂൾ അറ്റാച്ച്ഡ് UP LP സ്കൂളുകളുടെ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് DOയുമാണ്. അപ്പോൾ അവിടെ നമ്മൾ DOയ്ക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് 2 കോപ്പി വെച്ച് നമ്മൾ ഒരു കവർ ലെറ്റർ വെച്ച് ഹെഡ് മാസ്റ്ററാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എല്ലാവരുടെയും, ഒരു സ്കൂളിലുള്ള എല്ലാവരുടെയും കൂടെ സബ്മിറ്റ് ചെയ്താൽ ഒരു കോപ്പി അവിടെ, ഒരു ഓഫീസ് കോപ്പി അവിടെ വെച്ചതിന് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് കൗണ്ടർ സൈൻ ചെയ്ത് നമുക്ക് നൽകുന്നതായിരിക്കും. ഇത് നമ്മൾ ഇപ്പോൾ തന്നെ വാങ്ങി വെച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ്, കേട്ടറ്റ് പരീക്ഷ നമ്മൾ പാസ്സായതിനു ശേഷം DO തലത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, ജയിച്ചവർക്ക് വേണ്ടി മാത്രമാണ്.
അപ്പോൾ സൂക്ഷിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ബാക്കി സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം, ഒപ്പം സൂക്ഷിക്കേണ്ട ഒന്നാണ് ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് കൂടാതെ നമ്മൾ പരീക്ഷ എഴുതിയ ഹാൾ ടിക്കറ്റ്, അത് അവിടെ ക്ലാസ് റൂമിൽ വെച്ച് നമ്മുടെ റൂമിൽ വന്ന ഇൻവിജിലേറ്റർ ഒപ്പിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ക്ലാസ് റൂമിൽ വന്ന ഇൻവിജിലേറ്റർ ഒപ്പിട്ട ഹാൾ ടിക്കറ്റും കൂടി ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ഇതൊരു ഇന്നലെ ഇല്ലാതിരുന്ന ഒരു പുതിയ അറിയിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പരീക്ഷ എഴുതിയ എല്ലാവരും തന്നെ, അത് പെൻ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒന്നും വിഷയമല്ല, ഈ പരീക്ഷ, അതായത് ഇപ്പോൾ അധ്യാപകർക്കും ജീവനക്കാർക്കും വേണ്ടി നടത്തിയ ഈ സ്പെഷ്യൽ കേട്ടറ്റ് എക്സാം എഴുതുന്ന എല്ലാ അപ്ലിക്കൻസും ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. പക്ഷെ എന്ത് വേണ്ട, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ അപ്ലോഡ് ചെയ്യേണ്ട, സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് അപ്ലോഡ് ചെയ്യേണ്ട, അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ ഡേറ്റ് അപ്ലോഡ് ചെയ്യേണ്ട, അപ്പോയിൻമെന്റ് ഓർഡർ ഡേറ്റും വേണ്ട, ബാക്കിയെല്ലാം വേണം. ഇതാണ് പുതിയ അറിയിപ്പ്. ഓക്കെ, ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.